ഹേ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ AR ലൈഫ് ക്യാപ്ചർഡ്. അപ്പോൾ കുറച്ച് ദിവസമായല്ലേ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട്. അപ്പോൾ ഇന്നൊരു റാൻഡം ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു പ്രോപ്പർ ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല, എന്നാലും ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പം നമ്മുടെ യൂട്യൂബിൽ ഒരു പുതിയൊരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ, ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ റൈറ്റിലേക്ക് സ്ലൈഡ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ പറ്റുന്നവരെല്ലാവരും ഹൈപ്പ് ചെയ്യാനും കൂടെ സഹായിക്കണം കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിങ്ങനെ ഇരുന്നപ്പോൾ ചേട്ടന് തെരളിയപ്പം ഉണ്ടാക്കിയാലോ എന്നൊരു ആലോചന. അപ്പം നമ്മൾ പറഞ്ഞു പിന്നെന്താ ഉണ്ടാക്കാമല്ലോ. അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ വീട്ടിൽ അരിമാവില്ലായിരുന്നു. അപ്പം നമുക്ക് അടുത്ത അരിമാവ് വാങ്ങാൻ പോകണം. തൊട്ടടുത്ത കടയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ അമ്പഴങ്ങയൊക്കെ മുറ്റത്ത് കാച്ചു നിൽക്കും നമ്മൾ കണ്ടത് കേട്ടോ. കസ്റ്റർഡ് ആപ്പിളും അമ്പഴങ്ങയും അങ്ങനെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ചേട്ടനുണ്ട് കേട്ടോ. അതുപോലെ ചെറിയ ചെറിയ പൂക്കൾ, അതൊക്കെ ചേട്ടൻ തന്നെയാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അതിനുള്ള ഇല പറിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വയണപ്പം എന്നാണ് പറയുന്നത്? തെരളി എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ. കൊള്ളത്തില്ല. എടുക്കാണ്ടോ? താഴെ ഉണ്ടല്ലോ, നമ്മൾ അന്ന് പോയപ്പോൾ അവിടെ ഇല്ലേ ഇരുന്ന? നമ്മൾ താഴെ പോയത് ഇതിൽ ഇല ഉണ്ട്, പക്ഷെ എല്ലാം മുകളിലാണ്. കൊണ്ടിരിക്കുന്നു. ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങണം. അപ്പോൾ ഇതാ ചേട്ടനും അനിയത്തിയും കൂടെ തെരളിയപ്പം ഉണ്ടാക്കാനായിട്ടുള്ള ഇല പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ അതിൻ്റെ മരമുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഇലയൊക്കെ കിട്ടി കേട്ടോ. അങ്ങനെ അകത്തേക്ക് ചെന്നപ്പോൾ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അതിരുന്ന് അരിയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ മാർക്കറ്റിൽ പോയിരിക്കുന്നുണ്ട്, മീൻ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിന്ന് ചക്കയും മീനുമാണ് സ്പെഷ്യൽ. കുറച്ച് പഴുത്ത ചക്കയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല മധുരമുള്ള ചക്കയായിരുന്നു കേട്ടോ. നമുക്ക് അരിമാവ് വാങ്ങിച്ചിട്ട് വരാം. എന്താണെന്ന് നോക്കാം. ഒരു പാഴ്സൽ. നമ്മുടെ വണ്ടിയുടെ ഗിയറിന് പോവാണ് ഗേസ്. മഴ മാറിയപ്പോൾ നമ്മൾ റംബൂട്ടാൻ വാങ്ങാനും മാവ് വാങ്ങാനും പോവുകയാണ്. നമ്മൾ മാവീര കടയിലാണ് പോകുന്നത്, തൊട്ടടുത്ത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ മാമൻ്റെ കട. മാമൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ സഹോദരൻ്റെ കടയാണ് കേട്ടോ. ഇവിടെ ഉണ്ടോ പറിച്ചത്? മാമൻ്റെ വീട്ടിൽ കുറേ ആട്ടിൻകുട്ടികളുണ്ട് കേട്ടോ. വലിയ ആടുകളും കുഞ്ഞാടുകളും ഒക്കെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ ഇക്കുൻ്റെ മാമൻ? അപ്പോൾ അവൻ്റെ വീടാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടുത്തെ ആട്ടിൻകുട്ടികളാണ്. രാവിലെ ആകുമ്പോൾ എല്ലാവരും പുറത്ത് അഴിച്ച് കെട്ടാറുണ്ട് കേട്ടോ. പക്ഷെ പെട്ടെന്ന് മഴ പെയ്തപ്പം എല്ലാവരും തിരിച്ചിതിനകത്താക്കി കേട്ടോ. അപ്പം അതിൻ്റെ വിഷമത്തിൽ നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും. അപ്പം മാമി അവിടെ നിന്ന് മാങ്ങ പറിക്കായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് തൊട്ടടുത്ത് തന്നെ നമ്മുടെ വല്യമ്മയുടെ വീട്ടിൽ തന്നെയാണ് റംബൂട്ടാൻ കിട്ടും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത്. റംബൂട്ടാൻ അവിടെ ഉണ്ട്. നമ്മൾ റംബൂട്ടാൻ വാങ്ങിക്കാൻ പോവാണ്.
അവിടെ നോക്കിയപ്പോൾ കുറച്ച് റംബൂട്ടാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വല്യമ്മ പറഞ്ഞു അവിടെ മരത്തിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് പറിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ അകത്ത് പോയാണ് കേട്ടോ റംബൂട്ടാൻ പറിച്ചത്. അപ്പോൾ അവിടെയാണെങ്കിൽ മരത്തിൽ ഒത്തിരി നിൽപ്പുണ്ട് കേട്ടോ. വൈറ്റാ മുല്ലയല്ല ഇത്, മുല്ലയല്ല. റംബൂട്ടാൻ കിട്ടി ഗൈസ്. മാവ് വാങ്ങിച്ചു. മാവും പഴമല്ലേ. നമ്മൾ റംബൂട്ടാനുമായിട്ടൊക്കെ എത്തിയപ്പോൾ അച്ഛൻ മാർക്കറ്റിൽ നിന്ന് മീനും ഒക്കെ വാങ്ങിച്ചോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാര മീനും പിന്നെ ചീലാവെന്ന് പറയുന്ന ഒരു മീനുമാണ് കേട്ടോ വാങ്ങിയത്. അമ്മ ചക്കയൊക്കെ എരിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ട് മീൻ കട്ട് ചെയ്യാനായിട്ട് പോയട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് മീനിനുള്ള കൂട്ട് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടൊന്ന് വറുക്കും കേട്ടോ. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇടും. പിന്നെ അതിൽ പുളിയും ചെറിയ ഉള്ളിയും കൂടെ ഇട്ടാണ് കേട്ടോ അരയ്ക്കുന്നത്. അപ്പം എല്ലാവരും ഇതേ സ്റ്റൈലിലായിരിക്കില്ല മീൻ വെക്കുന്നത്. ഇവിടെ ട്രിവാൻഡ്രം സ്റ്റൈലിൽ ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മൾ അരച്ച് വെച്ച കൂട്ടിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ആ മീനിൻ്റെ പീസ് അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റവിൽ വെക്കും കേട്ടോ. നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. കറക്കിയെടുക്കാം. നമ്മൾ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ. ഒരു മീൻകറി ഇവിടെയും ഒരു മീൻകറി ഇവിടെയും. ഇതിന് തിളയ്ക്കണം. ഇക്കു എപ്പോഴും കൈ കഴിവൊക്കെയാണ് ഗൈസ്. ഇക്കുവിൻ്റെ ഇപ്പോഴത്തെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്തിനും ഏതിനും വാഷ് ബേസിൻ പോയി തുറന്ന് കൈ കഴുകുക. എപ്പോൾ നോക്കിയാലും ഇതേ ഉള്ളൂ കേട്ടോ പരിപാടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വഴക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ മാമനുമായിട്ട് നല്ല കളിയിലാണ്. അന്നേരം കൊണ്ട് നമുക്ക് തെരളിയപ്പം ഉണ്ടാക്കാനായിട്ട് പോകാം. തെരളിയെല്ലാം പറിച്ചതായിരിക്കുന്നുണ്ട്. നമ്മൾ തെരളിയപ്പം ചുടാൻ പോവാണ്. എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? പറഞ്ഞേ. തെരളിയപ്പം. ആരാ ഉണ്ടാക്കാൻ പോകുന്നേ? അച്ഛൻ. തെരളിക്ക് വേണ്ടിയുള്ള ശർക്കര തരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പഴമുണ്ട്, തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇനി ശർക്കരയും അരിപ്പൊടി കൂടി ഇരിപ്പുണ്ട്. തെരളിയുടെ ഇല ഇവിടെ ഇരിപ്പുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഏലക്ക പൊടിച്ചത്, ഒരു വലിയ ശർക്കര മൊത്തം എടുത്തിട്ടുണ്ടല്ലേ? അതെ. ഇതുപോലത്തെ ഒരു മതി. മധുരത്തിന് ആവശ്യത്തിന് ശർക്കര മതി. പഴം എത്ര പഴം വേണം? 3. എന്നിട്ട് നമ്മൾ കുഴച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും പഴം ചേർക്കാം. അതെ, ഓക്കെ.
പകുതി മാവ് അറിയോ, ശർക്കര ഇട്ട് കൊടുക്കുക. ശർക്കര, 3 പഴം, ഓക്കെ, തേങ്ങ, തേങ്ങ ഇട്ടു, ഏലക്ക തട്ടിക്കൊടു, ഫുള്ള് തട്ടി, അയ്യോ ഫുൾ പോയൽ, ഫുള്ള് കളി തട്ടിയിരിക്കുന്നു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ കോമഡി ആയിരുന്നു കേട്ടോ. പഴം കുറഞ്ഞു പോയപ്പം കുറച്ചുകൂടെ പഴം ഇട്ടു, അപ്പം മാവ് കുറഞ്ഞു പോയി. അങ്ങനെ കുറച്ചുകൂടെ മാവ് ഇട്ടു, അങ്ങനെ ആകെ കുളമായി കേട്ടോ. അടുത്ത ഒരു പഴം കൂടെ വേണമല്ലേ? ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട്. ഒരു പഴം, ഇനി മാവ് വേണ്ടേക്കൂ. മാവ് ഇറക്കണ്ട, രണ്ട് കണ്ട് പിടിച്ചിട്ട് കുറച്ച് മാവ് കൂടെ വേണ്ടി വരും. കുറച്ച് കുറച്ച് തട്ടെ. കുറച്ച് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചേട്ടനും ആദ്യമായിട്ട് തന്നെയാണ്, ഞാനും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു തന്നൊരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത്. പഴം കൂടിപ്പോയപ്പോൾ മാവിട്ടിട്ട് ഒരു കവർ മാവ് നമ്മൾ ഇട്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇട്ട ശർക്കരയുടെ മധുരം അങ്ങ് പോയി. ഫസ്റ്റ് ഉള്ള എടുത്തു. ഒരാവേശത്തിന് വിരൽ മടക്കാൻ വേണ്ടി കയറിയെങ്കിലും ഒരു ഐഡിയ ഉണ്ടായില്ല. എങ്ങനെയൊക്കെയോ മടക്കി വെച്ചു കേട്ടോ. അപ്പോഴാണ് അച്ഛൻ വന്നത്. അച്ഛൻ വന്ന് നോക്കിയപ്പം ഇവളിതെന്താ കാണിക്കുന്നെന്നുള്ളൊരു മട്ടിൽ നിൽപ്പായിരുന്നു. അവസാനം അച്ഛൻ മടക്കി കാണിച്ചു തന്നപ്പോഴാണ് എങ്ങനെയാ മടക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. ഇവിടെ വെക്കണം. അല്ല, ഈർക്കിലെടുക്കുക തന്നെ. അടുത്തത് അങ്ങനെ മടക്കും. അച്ഛൻ പ്രൊഫഷണലാണ്. കൊതു അടിക്കുന്ന 5-6 കറക്ക് ഇതാ. ഈ ബഹളത്തിൻ്റെ ഇടയിൽ ഇക്കു എപ്പോഴോ കുറച്ച് മാവ് എടുത്തുകൊണ്ട് പോയി കേട്ടോ. അവൻ അവിടെ നിലത്തിരുന്ന് നന്നായിട്ട് തിരളി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ പ്രൊഫഷണലാണ്, എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം പഠിച്ചു. ഇപ്പം ഞാൻ പ്രോ ആയി. ഉണ്ടാക്കുന്ന ആള് ഗൈസ് ചെയ്തത് എന്താന്ന് വെച്ചാൽ ശർക്കര ചിരണ്ടി മിക്സ് ചെയ്തു. സിമ്പിൾ പരിപാടി ഒന്നും ചെയ്യാറില്ല. കുറച്ച് ടഫായിട്ടുള്ള പരിപാടി ആണെങ്കിൽ പയ്യന്മാർ നോക്കണായിരിക്കും. വീഡിയോ കുമ്പിള് കൂട്ടാൻ വരുന്ന ചാട്ടൻ കുമ്പിള് കൂട്ടാൻ എളുപ്പമാണ്. അതായത് എടുക്കുക, ഇങ്ങനെ വയ്ക്കുക, മാവെടുക്കുക, അതോട് ഫില്ല് ചെയ്യുക. ഇത് കുമ്പിളപ്പം, നമ്മുടെ തരിലപ്പം. എന്നിട്ട് ഇത് ഇങ്ങനെ അടച്ചു വെക്കുക. വൗ, വെരി പ്രൊഫഷണൽ. ഇത് ഇത് പറ്റിക്കൂ, എല്ലാം വന്നു പോയാടാ. ഇതിനിടയ്ക്ക് ഇക്കുനെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളെല്ലാം അവനും നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കുമ്പളപ്പം റെഡിയായതിനെ പറ്റി കുമ്പിളപ്പം വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. മികച്ചൊരിതായിരുന്നു അത്.
യെസ്, ഒരെണ്ണം എന്തോ പറ്റി, കുഴപ്പമില്ല. ബാക്കി ഇതാ കുമ്പളം ഇവിടെയെങ്കിലും വയ്ക്കാം. ഓക്കെ, അടച്ച് തെരളി റെഡി ആയിട്ടുണ്ട് ഗൈസ്. അടിപൊളിയായിട്ടുണ്ട്. വെള്ള ശർക്കര കൊണ്ട് വൈറ്റ് കളർ തെരളിയാണ്. ചായ അങ്ങനെ തെരളിയൊക്കെ റെഡിയായപ്പോൾ നമ്മൾ ചായയൊക്കെ ഇട്ട് നമ്മൾ കഴിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് മധുരം കുറവായിരുന്നു. എന്നാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ. കൊള്ളാമോ? സൂപ്പർ പറ. ടേസ്റ്റി എങ്ങനെയുണ്ട്? കൊള്ളാം, മധുരം കുറവ്. മധുരം കുറവായിക്കൂ. വരുണ്ടോ? ബൈ പറ.